ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. IMS ധ്യാന ഭവനത്തിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹവന്ദനങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. പൗലോസ് ശ്ലീഹ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഫിലിപ്പിയാക്കാർക്ക് എഴുതിക്കൊണ്ടുള്ള ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ആഹ്ലാദവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം എല്ലാവരുടെയും ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി പലരും ഭൗതിക നേട്ടങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് വെമ്പൽ കൊള്ളുന്നു. ജീവിത വ്യഗ്രതകൾക്കിടയിൽ ജീവിക്കുവാനായിട്ട് മറന്നു പോകുന്നു. സമ്പത്തും അധികാരവും പ്രശസ്തിയും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്കിടയിൽ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നതിൽ നിന്നും മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. 1945 ഏപ്രിൽ 30 ലോകം നടുക്കത്തോടുകൂടെ ഇന്നും ഓർക്കുന്ന ആ സംഭവം ലോകത്തെ വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലറും ഭാര്യ ഈവ ബ്രൗണും അന്ന് ആത്മഹത്യ ചെയ്തു. സർവീസ് പിസ്റ്റൾ ഉപയോഗിച്ച് വായിൽ വെച്ച് നിറയൊഴിച്ച് ജീവൻ ഒടുക്കിയ ഹിറ്റ്ലറുടെ ജീവിതം എന്നും അദ്ദേഹത്തിന് ഒരു സമസ്യയായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് അദ്ദേഹം കടന്നു വന്നു. അധികാരത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അത്യുച്ഛ കോടിയിൽ അദ്ദേഹം എത്തി. ലോകത്തെ മുഴുവനും കിടുകിട വിറപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന് യഥാർത്ഥ സന്തോഷത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം സന്തോഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ യഥാർത്ഥ സന്തോഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല. മനുഷ്യരെ കൊന്ന് രസിച്ച ഹിറ്റ്ലർക്ക് എന്തുകൊണ്ടാണ് സന്തോഷത്തെ മാത്രം സ്വീകരിക്കുവാൻ സാധിക്കാതെ പോയത്? യഥാർത്ഥ സന്തോഷവാനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? സ്വയം മറന്ന് ആർപ്പ് വിളിച്ച് നൃത്തമാടിയ ഒരു സന്തോഷ രാജാവിനെ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. ദാവീദ് രാജാവ് കർത്താവിൻ്റെ പേടകം അദ്ദേഹത്തിൻ്റെ നഗരിയിൽ എത്തിയപ്പോൾ ചണനൂൽ കൊണ്ടുള്ള അരക്കച്ച മാത്രം ധരിച്ച് സ്വന്തം നിലയും വിലയുമൊക്കെ മറന്ന് സർവശക്തിയോടുകൂടെ സന്തോഷിച്ച ആർപ്പ് വിളിച്ച് നൃത്തം ചെയ്ത ദാവീദ് രാജാവ്. ദാവീദ് ഉള്ളു നിറയെ സന്തോഷമുള്ള ഒരു വ്യക്തിയായിരുന്നു. സ്വന്തം സന്തോഷത്തിൻ്റെ രഹസ്യം എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു. അദ്ദേഹം പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായം 25-ഉം 26-ഉം തിരുവചനങ്ങളിൽ നമ്മൾ ഈ കാര്യം വായിക്കുന്നുണ്ട്. ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരിക്കുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിലേക്ക് തള്ളിയിടുകയില്ല. ആഴമായ വിശ്വാസവും ആശ്രയബോധവും ദാവീദ് രാജാവിന് ഉണ്ടായിരുന്നു. അങ്ങനെ ആഴത്തുള്ള വിശ്വാസത്തിലേക്കും ദൈവാശ്രയ ബോധത്തിലേക്കും അദ്ദേഹം കടന്നു വന്നപ്പോൾ നിറഞ്ഞ സന്തോഷവും ആനന്ദവും അദ്ദേഹത്തിന് ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിച്ചു. പണം സുഖം തരും, എന്നാൽ യഥാർത്ഥ സന്തോഷം തരികയില്ല. സന്തോഷം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനാൽ നിറയണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരണം. ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അങ്ങയിൽ ആശ്രയം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവർ എന്നും ആനന്ദഭരിതരായി സങ്കീർത്തനം ആലപിക്കട്ടെ. സങ്കീർത്തനം 5:11. നമ്മളെല്ലാവരും
ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവ് സന്തോഷമെന്ന ആ ഫലം നൽകി അനുഗ്രഹിക്കട്ടെ. IMS അമ്മയുടെ മാധ്യസ്ഥ സഹായം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ആമേൻ.